വിഷുക്കണിയോടൊപ്പം നമ്മളിവിടെ ഉണ്ണിയപ്പം കൂടെ വെക്കാറുണ്ട് കേട്ടോ. അതിന് വേണ്ടിയിട്ടുള്ള ഉണ്ണിയപ്പം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന വിധം അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഒന്ന് പറയുകയാണേ. പച്ചരി 1/2 കിലോ, ശർക്കര 1/2 കിലോ, ചെറുപഴം മൈസൂർ പഴമോ അല്ലെങ്കിൽ കദളിയോ ഏതായാലും കുഴപ്പമില്ല 1/2 കിലോ. പച്ചരി ഒരു 6 മണിക്കൂർ നമ്മൾ വെള്ളത്തിൽ കുതിർത്ത് വെക്കുക. 6 മണിക്കൂറിന് ശേഷം അതെടുത്ത് മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. പഴവും മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. ശർക്കര ചൂടാക്കി ഉരുക്കിയെടുക്കുക. ഇത് മൂന്നും കൂടി മിക്സ് ചെയ്ത് ഒരു 3 മണിക്കൂറോളം നമ്മൾ ഫ്രീ ആയിട്ട് അവിടെ വെക്കുക. അപ്പം ചുടാനെടുക്കുന്ന സമയത്ത് ഒരു നുള്ളു ഉപ്പും ഏലക്ക പൊടിച്ചതും ചെറുതായി കൊത്തി അരിഞ്ഞ തേങ്ങ നെയ്യിലിട്ട് വഴറ്റി അതും കൂടെ അരി അരച്ച കൂട്ടിലേക്ക് ഇട്ട് വെക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പച്ചട്ടിയിൽ എണ്ണ വാർന്ന് നന്നായിട്ട് ചൂടാകുന്ന സമയത്ത് അപ്പച്ചട്ടിയുടെ കുഴിയിലേക്ക് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ല സൂപ്പർ അപ്പം കിട്ടും. ഇതാണ് കേട്ടോ ഞങ്ങൾ വെച്ചിട്ടുള്ള വിഷുക്കണി. ഞങ്ങൾ 4 മണിക്ക് തന്നെ എഴുന്നേറ്റ് വിഷുക്കണി കണ്ടു, കൈനീട്ടം കൊടുത്തു. കണി വെക്കുന്ന സമയത്ത് പരമാവധി സാധനങ്ങൾ ഉൾപ്പെടുത്താൻ ശ്രമിക്കാറുണ്ട്. പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും അതുപോലെ കോടിമുണ്ടും പിന്നെ ഉണ്ണിയപ്പം, കൊന്നപ്പൂവ്, സ്വർണത്തിൻ്റെ എന്തെങ്കിലും ഒരു ആഭരണം, അതുപോലെ തന്നെ പൈസ, ധാന്യങ്ങൾ, കന്മഷി, കണ്ണാടി, പിന്നെ നമ്മുടെ സ്വന്തം കൃഷ്ണനെയും. ഞങ്ങൾ കണി കണ്ട് കഴിഞ്ഞ ഉടനെ തന്നെ നാട്ടിൽ ഗ്രൂപ്പുകളായിട്ട് കണി കാണിക്കാൻ പോകും. കൂടുതലും യുവാക്കളാണ് പോവുക. അത് കൃഷ്ണവേഷം കെട്ടിയിട്ടും അല്ലാതെ കൃഷ്ണന്റെ വിഗ്രഹങ്ങളൊക്കെ ആയിട്ട് കണി കാണിക്കാൻ പോവാറുണ്ട്. ഞാനൊക്കെ മുമ്പ് പോയിട്ടുണ്ടായിരുന്നു, കുറച്ചു കാലമായിട്ട് പോയിട്ടില്ല. ഒരുപാട് രസമുള്ള അനുഭവങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് അതൊക്കെ. അങ്ങനെ കൃഷ്ണവേഷം കെട്ടിയിട്ടുള്ള ഒരു കണി കാണിക്കാൻ വന്നിട്ടുള്ള ഒരു ഗ്രൂപ്പിൻ്റെതാണ് ഈ കാണുന്ന വീഡിയോയിലുള്ളത്. വിഷു, ഓണം, ഉത്സവങ്ങൾ തുടങ്ങിയ സമയങ്ങളിലൊക്കെയാണ് നമ്മൾ കുടുംബങ്ങളൊക്കെ ഒന്നിച്ചു ചേരുന്നത്. അത് വല്ലാത്തൊരു സന്തോഷമാണ്, എല്ലാവരും ഒന്ന് ചേർന്ന് ഭക്ഷണം കഴിക്കുക എന്നൊക്കെ ഉള്ളത്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം കൂടി ഇന്നുണ്ടായി. മാമന്മാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ സന്തോഷമായിട്ട് ഇന്നത്തെ വിഷുവിൻ്റെ ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങൾ പടകമൊക്കെ പൊട്ടിക്കാൻ വേണ്ടി തയ്യാറായി.